ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ നവജാത ശിശുക്കൾ ന്യൂ ബോൺ ബേബീസിൽ ഉണ്ടാകുന്ന തൈറോയിഡിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം വെച്ചിട്ട് ഞാൻ ഡോക്ടറോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ മോൾക്ക് തൈറോയിഡ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ പേര് മേരി റിൽമ എന്ന് വിളിക്കും. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജിബിൽനാഥ്. ഞങ്ങൾക്കൊരു മോളുണ്ട്, നിവെ ആർജി എന്നാണ് പേര്. നിവമോളുടെ പേരുണ്ട് ഞങ്ങൾ ചാനലിൽ ഇട്ടിരിക്കുന്നത്, നിവെ ആർജി ഡ്രീം വേൾഡ്. അതാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ഞാൻ പറയുക വെച്ചാൽ, എൻ്റെ മോൾ തൈറോയിഡിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്. എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് തൈറോയിഡ് ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് ഇതുവരെ എനിക്ക് തൈറോയിഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ഫുഡ് പോയിസൺ എന്തെങ്കിലും ചെറിയൊരു ഇതൊക്കെ വരുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന സമയത്തൊന്നും തൈറോയിഡിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് തൈറോയിഡിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ടെൻഷൻ അടിച്ചായിരുന്നു. എന്താ ചെയ്യാന്നറിയില്ല, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ തൈറോയിഡിൻ്റെ എന്നൊക്കെ. തൈറോയിഡ് ഇത് ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ഇത് ടെൻഷനൊക്കെ. പക്ഷെ പിന്നീട് നമ്മൾ ഡോക്ടറിനെ കണ്ടു, സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, എപ്പോഴും നമുക്ക് നോർമൽ തൈറോയിഡിനേക്കാളും ഒരു പോയിന്റ് കൂടുതലുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല, നമ്മളത് ടാബ്ലറ്റ് എടുത്താൽ മതി, അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടിക്ക് അത് ബാധിക്കാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ കൂടുതലും പ്രഗ്നൻസിയിൽ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നത്. ഇപ്പോൾ 12.5 ആണ് എൻ്റെ ടാബ്ലറ്റിൻ്റെ ഇതിട്ട് ആ ഒരു അളവായിരുന്നു. ഇതാണ് സംഭവം. ഈ ഒരു ടാബ്ലറ്റ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതേ വളരെ ചെറിയൊരു ടാബ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പ്രഗ്നൻസി എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഫസ്റ്റ് മന്തിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് എല്ലാ ബ്ലഡ് ടെസ്റ്റും സകല ടെസ്റ്റും നമുക്ക് എഴുതി തരുമല്ലോ. അപ്പോൾ ആ ഫസ്റ്റ് മന്തിൽ തന്നെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു സെക്കൻഡ് മന്ത് ഒക്കെ ആയപ്പോൾ ഞാനത് കഴിക്കാൻ തുടങ്ങി. പ്രഗ്നൻസി പ്രസവിക്കുന്നവരെ ഡെലിവറി ആവുന്നവരെ ഞാനത് കഴിച്ചു. കുട്ടി ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറേ ടെൻഷനൊക്കെ ആയിരിക്കുമല്ലോ. നമ്മൾ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാൻ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. എനിക്ക് ഓരോരുത്തർ പറഞ്ഞ അറിവും നമ്മൾ ഫോണിലൊക്കെ നോക്കിയുള്ള അറിവ് വെച്ച് ഞാൻ അതൊന്നും കഴിക്കില്ലായിരുന്നു. ഞാൻ ഡെലിവറി കഴിയുന്നവരെ ഞാനതൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ കുട്ടി ജനിച്ചു കഴിഞ്ഞു. കുട്ടിക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്യണം പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്തു. തൈറോയിഡ് ചെക്ക് ചെയ്യുന്ന സമയത്താണ് കുട്ടിക്ക് വേരിയേഷൻ കാണുന്നുണ്ട് തൈറോയിഡിൽ. അപ്പോൾ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി, എന്താ സംഭവം എന്നറിയില്ല, കുട്ടിക്ക് എങ്ങനെ വന്നു, നമ്മൾ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നതല്ലേ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പിന്നെയും 2-3 ടെസ്റ്റും കൂടി എഴുതി തന്നു. അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, കുറച്ച് കൂടുതൽ കാണുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, ചിലപ്പോൾ ചില കുട്ടികൾക്ക് ജനിക്കുന്ന സമയത്ത് ചെറിയ വേരിയേഷനൊക്കെ വരും, ചിലപ്പോൾ അത് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാറാനും ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ തൈറോയിഡിൻ്റെ ഇത് മുകളിൽ നിന്നതുകൊണ്ട് കുട്ടിക്കും ടാബ്ലറ്റ് കൊടുത്ത് തുടങ്ങാൻ പറഞ്ഞു. ഇപ്പം ഞാൻ കഴിക്കുന്ന അതേ മരുന്ന് തന്നെ കുട്ടിക്കും കൊടുത്തോ, അതേ അളവിൽ തന്നെ എഴുതി തന്നിരുന്നത്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ കഴിച്ച അതേ മരുന്ന് തന്നെ എങ്ങനെ കുട്ടിക്ക് കൊടുക്കുക, ഇനി ഡോക്ടർ എഴുതിയപ്പോൾ ഉള്ള മിസ്റ്റേക്ക് ആയിരിക്കുമോ, ഇനി നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലണ സമയത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ടെൻഷനായി. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് വാങ്ങിക്കാൻ പോയത്. ആള് വാങ്ങിക്കാൻ പോയി മരുന്ന് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ മെഡിക്കൽ ഷോപ്പിലുള്ള മരുന്ന് തരുന്ന അവർക്ക് കൂടി ടെൻഷൻ, ഇത് വലിയവർക്ക് കൊടുക്കുന്നതാണ്, ജനിച്ച 3-4 ദിവസമല്ലായിട്ടുള്ളൂ, അപ്പോൾ ഈ കുട്ടിക്ക് ഇതേ അളവിലായിരിക്കില്ല, നിങ്ങൾ ഒന്നും കൂടി ഡോക്ടറിനെ കണ്ട് ചോദിക്കുക പറഞ്ഞിട്ട് ഒന്നും കൂടി പോയി ഡോക്ടറിനെ ചോദിച്ചപ്പോൾ ഇതേ അളവിൽ തന്നെയാണ് പറഞ്ഞത്. രണ്ടാമത് വേറെ മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോൾ അപ്പോഴും അവർക്കും തരാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ടെൻഷൻ, എങ്ങനെ ചെറിയ കുട്ടിക്ക് ഇത് ആയിരിക്കില്ല, നിങ്ങൾ മെയിൻ ഡോക്ടർമാർ ആരെങ്കിലും കാണുക, ഹൗസ് സർജനെ കാണണ്ട, മെയിൻ ആയിട്ടുള്ള ഡോക്ടറിനെ കാണുക. പിന്നെ നമ്മൾ എഴുതി തന്നെ നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ചെന്നു. അങ്ങനെ ആ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒന്നുമില്ല, മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്നവർക്ക് മരുന്ന് തരാനല്ലേ അറിയുള്ളൂ, അവർ അതിനുള്ള പഠിപ്പല്ലേ പഠിച്ചിട്ടുള്ളൂ, ഡോക്ടർമാർ എഴുതി തരുന്നതായിരിക്കും കറക്റ്റ്. ഡോക്ടറിനെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇത് കൊടുക്കുന്നത് കൊണ്ട് കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവുക പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് ഇത്ര ചെറിയ ടാബ്ലറ്റ് എങ്ങനെ, അപ്പോൾ അതേ ഡോക്ടർ എഴുതി തന്നത് അതേ മരുന്ന് തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ
ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഇതേ ടാബ്ലറ്റ് തന്നെയാണ് കുട്ടിക്കും ഡോക്ടർ എഴുതി തന്നത്. ഡോക്ടർ പറഞ്ഞു ഇത് ഹോർമോണാണ്, നമ്മളുടെ ശരീരത്ത് ഹോർമോണിന്റെ വ്യതിയാനം വരുമ്പോഴാണല്ലോ നമ്മൾ തൈറോയിഡിന്റെ ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ചിലവർക്ക് അത് കൂടുതലായിരിക്കും, ചിലവർക്ക് അത് കുറവായിരിക്കും, അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് കഴിക്കണോണ്ട് യാതൊരു ബുദ്ധിമുട്ടും കുട്ടിക്കില്ല. പക്ഷെ ഇത് കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ബുദ്ധി വളർച്ചേനെ അത് ബാധിക്കും പറഞ്ഞത് ഞങ്ങൾ മനസ്സിലാക്കി തന്നു. ഡോക്ടറാണ് ആദ്യമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഏട്ടൻ്റെ ഫാമിലിയിലോ ഇങ്ങനെ കുട്ടികൾക്ക് തൈറോയിഡ് അങ്ങനെ നമ്മൾ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ നമ്മളത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ബുദ്ധി വളർച്ചയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞു. പക്ഷെ ഇത് കൊടുക്കണോണ്ട് കുട്ടിക്ക് യാതൊരുവിധ ദോഷവും ഇല്ല, ഗുണമില്ലാണ്ട് ദോഷമൊന്നുമില്ല പറഞ്ഞു. പിന്നെ നമുക്ക് അറിയാവുന്നവരൊക്കെ പറയുമല്ലോ, കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുത്താൽ ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നമ്മളെന്താണോ നമ്മുടെ ഡോക്ടർ പറയുന്നത് അതനുസരിച്ച് ചെയ്യുക. കാരണം നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നാളെ നമ്മൾ തന്നെയല്ലേ അത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ കുട്ടിക്ക് ഒരു ബുദ്ധി വളർച്ചയോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ വളർന്നു വരാനല്ലേ നമ്മളും ആഗ്രഹിക്കുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ കുട്ടിക്ക് ഗുളിക കൊടുക്കാൻ തുടങ്ങി. അപ്പം എല്ലാ മാസവും കുട്ടീനെ ബ്ലഡ് എടുക്കുക, ചെക്ക് ചെയ്യുക. അപ്പം എല്ലാ മാസവും നമ്മൾ ഡോക്ടറിനെ കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെന്ന് ബ്ലഡ് എടുത്ത് ബ്ലഡ് ചെക്ക് ചെയ്യും. ചിലപ്പോൾ 2-3 ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതാണ് നമുക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത്രയും ടെസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് ബ്ലഡ്, പക്ഷെ ഇത്രയുള്ള ഒരു ബോട്ടിലായിരിക്കും അവർ ലാബ്. അപ്പോൾ അതിൽ ഒരു അളവ് അവർ പറയാം, ആ ഒരു അളവിനനുസരിച്ച് നമ്മൾ ബ്ലഡ് കൊടുത്താലേ അവർക്ക് അതനുസരിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ പ്രാവശ്യവും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഡോക്ടറിനെ കാണിക്കാൻ ചെല്ലുമ്പോഴൊന്നും കുട്ടിക്ക് യാതൊരുവിധ കുഴപ്പമില്ല, തൈറോയിഡൊക്കെ നോർമലാണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞു തൈറോയിഡ് നോർമലാണ്, കുട്ടിക്ക് റിസൾട്ടിന് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ ആദ്യം ജനിച്ച സമയത്ത് 2 തവണ ടെസ്റ്റ് ചെയ്തിട്ടും കുട്ടിക്ക് വേരിയേഷൻ കണ്ടു. അതുകൊണ്ട് എന്തായാലും ഈ മരുന്ന് നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റില്ല. അതിപ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ 1 വയസ്സ് വരെ കഴിക്കേണ്ടി വരും എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു 3 വയസ്സ് വരെയെങ്കിലും കുട്ടിക്ക് ഇത് കഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷമേ നമുക്ക് മരുന്ന് നിർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 3 മാസമൊക്കെ നിർത്തി നോക്കിയിട്ട് കുട്ടിക്ക് തൈറോയിഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നിർത്താം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും എന്നൊക്കെ അന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ നിങ്ങളൊന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നമുക്കിത് മരുന്ന് കൊടുത്ത് നോക്കാം, ചെറിയൊരു വേരിയേഷനെ കാണിക്കണുള്ളൂ. അങ്ങനെ കുട്ടി ജനിച്ചപ്പോൾ മുതൽ ഓരോ മാസവും ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോകും, ബ്ലഡ് ചെക്ക് ചെയ്യും. ബ്ലഡിൻ്റെ റിസൾട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോകും. ഇപ്പം മോൾക്ക് 7-7.5 മാസമായിരിക്കുന്നു. ഇപ്പം ഇതുവരെ ഞങ്ങൾ ആ മരുന്ന് മുടക്കിയിട്ടേ ഇല്ല. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ കുട്ടി എണീറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഗുളിക, ഇതൊരു ഹോസ്പിറ്റലിൽ വെച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. നമുക്ക് ഈ മിൽക്ക് പ്രൊഡക്ഷനൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്കിതിൽ പാൽ ഇതാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ, അറിയാൻ പറ്റും. അപ്പം ഇതിൽ ഞങ്ങൾ ഗുളിക ഇട്ടിട്ട് പൊടിച്ചിട്ട് പാലെടുത്തിട്ട് പാലിൽ നന്നായി കലക്കിയിട്ട് കുട്ടിക്ക് ഫില്ലറിലാക്കി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇത്രയും ദിവസം ഇപ്പോൾ ഇന്ന് വരെ മരുന്ന് കൊടുത്തോണ്ടിരിക്കുക. അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഇന്നും നോർമൽ തന്നെയാണ്, കുഴപ്പമില്ല പറഞ്ഞു. അപ്പം ഇനി ഒരു 3 മാസം കഴിഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് കുട്ടിക്ക് അതിൽ നോർമലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 മാസം കൊടുക്കാതെ നോക്കിയിട്ട്, എന്നുവെച്ചാൽ കുട്ടിക്ക് 1 വയസ്സിന് ശേഷം കൊടുക്കാണ്ട് നോക്കിയിട്ട് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് മെഡിസിൻ നിർത്താമെന്ന് പറഞ്ഞു കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളിപ്പോൾ 1 വയസ്സ് ശരി 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. പക്ഷെ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല, കുട്ടിക്ക് നിലവിലൊരു കുഴപ്പവും ഇല്ല, പക്ഷെ നോർമലാണ്. പക്ഷെ നമ്മൾ മരുന്ന് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല. കാരണം നമ്മുടെ കുട്ടിക്ക് ഇപ്പം 3 വയസ്സ് വരെ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ബ്രെയിൻ വളർച്ച നടക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ ഒരു കാരണവശാലും നമ്മളത് ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ എത്രയൊക്കെ റിസ്ക് എടുത്താലും നമ്മളത് കൊടുത്തേ പറ്റുള്ളൂ. മോളത് കഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മോളത് കഴിക്കുന്നുണ്ട്. ആൾക്ക് ശീലമായി, രാവിലെ എണീക്കുമ്പോഴേക്കും ആ ഒരു മരുന്ന് കലക്കി കൊടുത്ത് അത് ശീലമായി. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേ ഫീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ കൂള് കൊടുക്കാനൊക്കെ തുടങ്ങി 6 മാസം കഴിഞ്ഞല്ലോ കൊടുക്കുകയും ചെയ്യുള്ളൂ. എന്നാലും അത് ഇതുവരെ ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും അത് മുടക്കരുത്. പക്ഷെ എൻ്റെ കാര്യം, എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ആദ്യമായിട്ട് തൈറോയിഡ് വന്നു. ഡെലിവറി കഴിയുമ്പോഴേക്കും എൻ്റെ തൈറോയിഡ് പോയി. എനിക്കിപ്പോൾ തൈറോയിഡ് ഇല്ല. എനിക്ക് ഡെലിവറി കഴിഞ്ഞ് മെഡിസിൻ കഴിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷെ മോളുടെ കാര്യം ഇപ്പം മോൾക്ക് അതേ ലെവലിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, 12.5. പക്ഷെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പിന്നെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, ഓരോ കുട്ടികളെയും കൊണ്ട് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഇതിൻ്റെ വേരിയേഷനൊക്കെ ഉണ്ട്.
ചില കുട്ടികൾ ചിലപ്പോൾ നല്ല കൂടുതലാണ്, 50-ന് മേലെ വരെ ഡോസിൽ ഗുളിക കഴിക്കുന്നുണ്ട് കുട്ടികളെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഓരോരുത്തർ വരുമ്പോൾ. പക്ഷെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ മിക്കവർക്കും ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചു, മൊബൈലിലൊക്കെ ഞാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ തരുന്ന സമയത്ത് എനിക്കിതുപോലൊരു വീഡിയോ ആരെങ്കിലും, പക്ഷെ നമ്മൾക്ക് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൂടുതൽ ഇതാവുന്നത്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം തോന്നി. അറിയാൻ പാടില്ലാത്ത അമ്മമാര്, കുഞ്ഞു കുട്ടികൾ ഇപ്പം ടെൻഷൻ അടിച്ച്, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. മെഡിസിൻ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കണം. എനിക്ക് തോന്നുന്നു പണ്ട് കാലങ്ങളിലൊക്കെ ഇതൊന്നും ചെക്ക് ചെയ്യണ സംഭവം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം അതിൻ്റെതായ ഓരോ ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ വരാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ തോന്നുന്നു കേട്ടോ, അറിയില്ല. അപ്പോൾ എൻ്റെ ഇതിലിപ്പോൾ വന്ന് ഇപ്പം മോൾക്ക് അത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, കുട്ടികൾക്ക് ഇങ്ങനെ തൈറോയ്ഡ് ആകുമ്പോൾ എന്തെങ്കിലും ഫുഡ് അവോയ്ഡ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാണ്ടിരിക്കണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇല്ല, കുട്ടിക്ക് കൊടുക്കാവുന്ന എന്തും കുട്ടിക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അവർ നമുക്ക് റാഗി, സാധാരണ കുട്ടികൾ കൊടുക്കുന്ന എല്ലാ കൂളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കുട്ടിക്ക്. അപ്പോൾ ഇനി അതാണ് ഒരു 3 മാസം കഴിഞ്ഞ് കുഴപ്പമൊന്നും വരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം എൻ്റെ അറിവിലുണ്ടാകുന്ന ചെറിയൊരു ഇത്, ഞാനിതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയണം തോന്നി, ഷെയർ ചെയ്യണം തോന്നി. ഇപ്പോൾ എന്നെ പോലെ കുട്ടികൾ ഇങ്ങനെ എന്താ പറയുക, ഓരോ അമ്മമാരുണ്ടാവുമല്ലോ, ജനിച്ച കുട്ടികൾക്ക് തൈറോയിഡിനൊക്കെ വെക്കുമ്പോൾ ഒരുപാട് വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു കുട്ടി 3 വയസ്സായിട്ടുണ്ടാവും, ഇവിടെ ഇങ്ങനെ വീർത്തിട്ട്. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു കുട്ടിക്ക് തൈറോയ്ഡ് ഉണ്ടെന്നുള്ള കാര്യം, കാരണം അവർ ഡെലിവറി ചെയ്ത സമയത്ത് അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടി എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ നല്ല അത്യാവശ്യം വീർത്തിരിക്കണം. അപ്പോൾ അതെന്താണോ അറിയാണ്ട് ഡോക്ടറിനെ കാണാൻ വരുമ്പോഴാണ് തൈറോയ്ഡാണ്, നമ്മൾ അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കണം, അത് ആദ്യം തൊട്ടേ കഴിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അത്രയും വരില്ലായിരുന്നു, ചിലപ്പോൾ അത് മെഡിസിനിലൂടെ കൺട്രോൾ ചെയ്ത് പോവായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ആ മരുന്ന് കഴിച്ച് കുറച്ച് നാൾ നോക്കിയിട്ട് കുട്ടിക്ക് കുറവില്ല എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടപ്പോഴാണ് നമുക്കൊരു ടെൻഷനായത്. ആദ്യമൊക്കെ ഒരുപാട് എന്താ പറയുക, അതിനെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോൾ കുട്ടിക്ക് കൊടുക്കണോ. പുറത്തൊന്ന് പോയിട്ട് വന്നാട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് പുറത്ത് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി നോക്കിയിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ തന്നെ, അത്രയൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യമില്ല, നമ്മൾ ഒരിക്കലും അതിന് റിസ്ക് എടുക്കാൻ പാടില്ല. അറിയാൻ പാടില്ലാത്തവരുണ്ടാവും. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കേടാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നമ്മളത് കൊടുക്കാതെ ഇരിക്കരുത്. കാരണം അത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ മരുന്ന് കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഇത് ശരി, ഇന്ന് ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് കുട്ടിക്ക് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ഒരു 3 മാസം കഴിഞ്ഞ് പോയിട്ടൊക്കെ വരണം. അപ്പോൾ ഞാൻ ഓർത്ത് അറിയാൻ പാടില്ലാത്തവർ, ഇപ്പം എന്നെ പോലെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ, പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരാണെങ്കിലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ കൊള്ളാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇട്ട വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. എൻ്റെ നോർമൽ ഒരു ചെറിയ സാധാ ഒരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ മൈക്കും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോൺ ഇത്ര അടുത്ത് വെച്ചിട്ട് ഞാൻ അത്രയും സൗണ്ട് ഇട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എനിക്ക് ഡെയിലി വീഡിയോ, ലോങ് വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ മോൾ ഉറങ്ങുന്നുണ്ട്, നല്ല ഉറക്കമാണ്. അതുകൊണ്ട് ഞാൻ ആ ഗ്യാപ്പിൽ ഇട്ടതാണ്. ഇവിടെ എനിക്ക് വീഡിയോയും ചെയ്യാൻ അടുത്ത ആളെ നോക്കാത്ത ആളെ അവിടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്, നല്ല ഉറക്കമാണ്. നല്ല ഉറക്കമുള്ള സമയത്ത് വിളിച്ചാലൊന്നും എണീക്കില്ല. അപ്പോൾ ശരി, അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.